ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله فإن خير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم بعباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنما أموالكم وأولادكم فتنة والله عنده أجر عظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൽ ഉടനീളം സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആദ്യകാലഘട്ടം മക്കയിലെ പ്രമുഖരായ മുഴുവൻ ആളുകളെയും വിളിച്ചു വരുത്തി ഒരു സദസ്സിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന അവരുടെ വിശ്വാസ കാര്യങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമായതുകൊണ്ട് തന്നെ അവരിൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾ വളരെ പുച്ഛത്തോടെ പരിഹാസത്തോടു കൂടിയാണ് അതിനെ അഭിമുഖീകരിച്ചത്. മുഹമ്മദിന് ഭ്രാന്ത് കണ്ടിയോ, ഇതെന്ത് വിഡിത്തമാണ് ഇദ്ദേഹം പറയുന്നത് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അവരിൽ ഭൂരിപക്ഷം വരുന്ന ആളുകളിൽ നിന്നുണ്ടായി. ആ സദസ്സിൽ നിന്ന് ഒരു 10 വയസ്സുകാരൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സധൈര്യം യാതൊരു തരത്തിലുള്ള സങ്കോചവുമില്ലാതെ ശക്തമായ രീതിയിൽ പ്രവാചകരെ ലഭിക്കുകയും താങ്കൾ കൊണ്ടുവന്ന സന്ദേശത്തിൽ ഞാൻ വിശ്വസിച്ചിരുന്നു. ഈ ആദർശ പ്രബോധന പ്രവർത്തന രംഗത്ത് താങ്കളോടൊപ്പം ഞാൻ ഉണ്ടാവും. താങ്കളെ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മൾ ആലോചിച്ചു, ഒരു സംഘം പ്രമുഖരായ ആളുകൾ അല്ലെങ്കിൽ പ്രായം ചെന്ന പക്വതയുള്ള ആളുകൾ എന്ന് നാം വിചാരിക്കുന്ന ഒരു സദസ്സിൽ ഒരു 10 വയസ്സുകാരൻ ഇങ്ങനെ എഴുന്നേറ്റ് പ്രതികരിച്ചാൽ എന്തായിരിക്കും ആ സദസ്സിൽ നാം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രതികരണം? പലപ്പോഴും ഒരു 10 വയസ്സുകാരൻ എന്ത് ചെയ്യാനാണ് എന്നുള്ള ചിന്തയായിരിക്കും നമ്മളിൽ പല ആളുകളും. പക്ഷേ നോക്കൂ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 10 വയസ്സുകാരനെ ചേർത്ത് നിർത്തുകയുണ്ടായി. ആ 10 വയസ്സുകാരനെ തന്നിലേക്ക് ചേർത്ത് നിർത്തി ആലിംഗനം ചെയ്യുകയും ആ കുട്ടിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പ്രവാചകൻ അവനെ അനുമോദിക്കുകയും ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആ പ്രഖ്യാപനം പ്രവാചകൻ അംഗീകരിക്കുകയാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയ പ്രമുഖ വ്യക്തിത്വം. നമുക്കറിയാം, ഇസ്ലാമിലെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്രയേറെ ചരിത്രത്തിൽ പാടി പുകഴ്ത്തപ്പെട്ട മറ്റൊരു വ്യക്തിത്വം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആലോചിച്ചു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രായത്തിലുള്ള ആ കുട്ടിയെ ചേർത്ത് നിർത്തൽ, ആ കുട്ടിയെ അംഗീകരിക്കൽ, അത് പ്രമുഖരായ കൂട്ടത്തിലുള്ള ആളുകളുടെ ഇടയിൽ വെച്ച് അംഗീകരിക്കൽ, ആ കുട്ടിയുടെ വളർച്ചയിൽ, ആ കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിൽ എന്തുമാത്രം സ്വാധീനമാണ് ചെലുത്തിയിട്ടുണ്ടാകുക എന്ന് നമുക്ക് ആലോചിക്കാവുന്നു. നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പാരന്റിങ്ങിനെ കുറിച്ച് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സോഷ്യൽ മീഡിയകൾ തുറന്നാൽ എപ്പോഴും പാരന്റിങ് ടിപ്പുകളായിരിക്കും അതിൽ കൂടുതൽ നമുക്ക് കാണാൻ കഴിയുക. പ്രമുഖമായ ബ്ലോഗുകളിൽ തന്നെ പ്രധാന വളരെ
കാര്യമാണ് പാരന്റിങ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായ അത്ര ആ രംഗത്ത് വിവരം മുൻകഴിഞ്ഞ കാലങ്ങളിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത്രമാത്രം വിപുലമായ മേഖലകൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്ക് കാണാൻ. ഒരു മുസ്ലിം രക്ഷിതാവ് എന്ന നിലയ്ക്ക് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇങ്ങനെയുള്ള ചേർത്ത് നിർത്തലുള്ള ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ കുട്ടികളെ ഏത് രീതിയിലാണ് പരിഗണിച്ചത് എന്ന് നാം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ എക്കാലത്തേക്കും എല്ലാ രക്ഷിതാക്കൾക്കും മാതൃകാപരമായ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. നാം ആലോചിച്ചു, നമ്മുടെ ഈ സന്ദർഭത്തിൽ നാം നമ്മുടെ കുട്ടികളെ, പുതിയ ജനറേഷനെ വിളിക്കുന്നത് ആൽഫ ജനറേഷൻ, 2010 ശേഷം ജനിച്ചപ്പെട്ട കുട്ടികൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഡിജിറ്റൽ ലോകത്തേക്കാണ് ജനിച്ചു വീഴുന്നത്. അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. രക്ഷിതാക്കൾക്ക് അറിയാത്ത പല കാര്യങ്ങളും അവർക്കറിയാം. പിതാവിനോട് അല്ലെങ്കിൽ മാതാവിനോട് ഒരു കാര്യം ചോദിച്ച് അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ പറഞ്ഞു കൊടുത്തതിൽ കുട്ടിക്ക് സംശയമുണ്ടെങ്കിൽ അവർ ഉടനെ തന്നെ അതിന്റെ യഥാർത്ഥമായ കാര്യം എന്താണ് എന്ന് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലോ മറ്റോ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തോ അത് കണ്ടെത്തുവാൻ അവർക്ക് കഴിയുന്നതാണ്. ഒരുപക്ഷെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മറ്റു പലതിനെ കുറിച്ചും ഈ കുട്ടികൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ വലിയ ഒരു വെല്ലുവിളിയാണ്. പലപ്പോഴും പല രക്ഷിതാക്കളും പറയുന്നത് ഈ കുട്ടികളെ നിയന്ത്രിക്കുക പ്രയാസകരമാണ്. യഥാർത്ഥത്തിൽ അവർ നിയന്ത്രണ വിധേയമാകേണ്ട ആളുകളല്ല എന്നുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജി അവരുടെ വളർച്ചയോടൊപ്പം തന്നെ ഇസ്ലാമികമായ അധ്യാപനങ്ങൾ അവരുടെ ജീവിതത്തിൽ കൃത്യമായി ഉണ്ടാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് യഥാർത്ഥത്തിൽ ആധുനിക മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമിക വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മുടെ ബാധ്യതയായിട്ടുണ്ട്. ഈ കുട്ടികളുടെ ലോകത്തെ കുറിച്ച് വളരെ കൃത്യമായി അറിയുകയും അവർക്ക് ആവശ്യമായ രീതിയിൽ അവരോടൊപ്പം ഉയരുവാൻ വളരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കും. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവർ എല്ലാവരും പരിഗണന അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ആളുകൾ. നമ്മൾ ആലോചിച്ചു, ഒരു സദസ്സിൽ ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടി അത്ര പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും അവഗണന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നാം ഒരു കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെ ആ കല്യാണ സദസ്സിൽ നാം ചെന്ന സന്ദർഭത്തിൽ നമ്മളെ വിളിച്ച വ്യക്തി നമ്മെ വേണ്ടത്ര പരിഗണിച്ചില്ല എങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക നില എത്രമാത്രം വിഷമകരമായിരിക്കും എന്ന് നമുക്ക് ആലോചിക്കാവുന്നു. മനുഷ്യർ മൊത്തത്തിൽ ഇങ്ങനെയുള്ള പരിഗണന ആഗ്രഹിക്കുന്നവരാണ്. നാം ആലോചിച്ചു, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രമാണ് ധരിക്കുന്നത്. സാധാരണ വീടിനകത്തുള്ള ഒരു രൂപമായിരിക്കില്ല പുറത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ. മാന്യമായി പൊടി ചീകൊരുക്കി വൃത്തിയായിട്ടാണ് നാം ഇറങ്ങുന്നത്. എന്താണ് അതിന്റെ ഉദ്ദേശം? പലതരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ടാകാം. പക്ഷേ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ളവരാൽ ഞാൻ പരിഗണിക്കപ്പെടണം എന്നുള്ള ചിന്ത. അത് മനുഷ്യന്റെ സ്വാഭാവികമായ പ്രകൃതിപരമായ ഒരു ആഗ്രഹമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. അവർ പരിഗണിക്കപ്പെടേണ്ടത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരിക്കൽ വളരെ പ്രമുഖരായ പ്രായാധിക്യം ചെന്ന ചില സ്വഹാബികളുള്ള ഒരു സന്ദർഭം. പ്രവാചകന്റെ വലതുവശത്തിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അവിടെ അല്പം പാൽ കൊണ്ടുവരപ്പെട്ടു. അറബികളുടെ ഒരു രീതി അനുസരിച്ച് അവർ കുടിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് അത് വിതരണം ചെയ്യും. അത് ഇസ്ലാമികമായ മര്യാദ അനുസരിച്ച് നമുക്കറിയാം, വലതുഭാഗത്തുള്ള വ്യക്തിക്കാണ് ആദ്യം കൊടുക്കേണ്ടത്. അവിടെ ഒരു കുട്ടിയാണ് ഉണ്ടായിരുന്നത്. ഇടതുഭാഗത്താണ് പ്രമുഖരായ പല ആളുകളും ഇരുന്നത്. നമ്മൾ ആലോചിച്ചു, നമ്മളാണെങ്കിൽ അവൻ കുട്ടിയല്ലേ എന്ന് ചിന്തിക്കാം. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് ചോദിക്കുകയാണ്, ഈ മുതിർന്നവർക്ക് നിനക്ക് മുമ്പ് ഞാൻ കൊടുക്കുന്നതിൽ നിനക്ക് വല്ല അതിർത്തിയുണ്ടോ? ആ സന്ദർഭത്തിൽ ആ കുട്ടി പറയുന്നത്, പ്രവാചകനിൽ നിന്ന് ഞാൻ അത് കുടിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്റെ അവസരം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതല്ല. അവിടെ അവൻ കുട്ടിയല്ലേ എന്ന ചിന്തയല്ല, മറിച്ച് അവനെ അംഗീകരിക്കുകയാണ് പ്രവാചകൻ ആ പാനപാത്രം ആ കുട്ടിക്ക് നൽകുകയാണ്. എന്നിട്ടാണ് അവിടുത്തെ മുതിർന്നവർക്ക് നൽകുന്നത്. അപ്പൊ ഒരു സദസ്സിൽ അത് കുട്ടിയാണ് എന്ന ചിന്തയുണ്ടാക്കി അത്തരത്തിലുള്ള അവഗണന ഒരിക്കലും ഉണ്ടായിക്കൂടാ. നമ്മൾ ആലോചിച്ച് നോക്കും, പലപ്പോഴും നമ്മുടെ തന്നെ ജീവിതത്തിൽ ഇത്തരം ചില ഘട്ടങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരു സദസ്സിനെ കുറിച്ച് നാം അനുമാനിച്ചു നോക്കൂ. നമ്മൾ ആ കുട്ടിയെ പരിഗണിക്കുകയോ അല്ലെങ്കിൽ അവനെ കുറിച്ച് ചിന്തിക്കുകയോ പോലും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ പ്രവാചകൻ അവനെ പ്രത്യേകം പരിഗണിക്കുകയും അവന്റെ അഭിപ്രായം ആരായുകയും ആ അഭിപ്രായത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ മുതിർന്ന ഒട്ടേറെ ആളുകളുണ്ടായിരുന്നു.
നമുക്കൊക്കെ അറിയാവുന്ന വളരെ സുപരിചിതമായ ഒരു ഹദീസാണ്, ചെറിയവരോട് കരുണ കാണിക്കാത്ത, വലിയവരെ ആദരിക്കാത്ത ആളുകൾ നമ്മിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിമല്ല. ഇസ്ലാമികമായ ആ വിശ്വാസ ആചാരത്തിന്റെ അകത്ത് അവർ പ്രവേശിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു മുതിർന്ന ആളെ ഒരു കൗമാരപ്രായക്കാരൻ അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം പ്രായം കുറഞ്ഞ ഒരു കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള അപമര്യാദയായി പറഞ്ഞാൽ പെരുമാറിയാൽ അത് വലിയ തെറ്റായി നമുക്ക് തോന്നും. ഉടനെ തന്നെ നാം തിരുത്താൻ ശ്രമിക്കും. എന്നാൽ ഒരു മുതിർന്ന ഒരു വ്യക്തി ഒരു കുട്ടിയെ ചീത്ത പറയുകയോ അസഭ്യം പറയുകയോ അല്ലെങ്കിൽ അമാന്യമായ ആ കുട്ടിയോട് പെരുമാറുകയോ ചെയ്താൽ അത് അത്ര കുറ്റകരമായ ഒരു കാര്യമായി നമുക്ക് തോന്നുകയില്ല. നമ്മുടെ നാട്ടിൽ ഒരു ബാർബർ ഷോപ്പിൽ ചെന്നാൽ ചിലപ്പോൾ ആളുകൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും, കൂട്ടത്തിൽ കുട്ടികളുണ്ടാവും. ഒരു മുതിർന്ന കാരണവാനായ വന്ന ഒരു വ്യക്തി വന്നിട്ട് ഈ കുട്ടികൾ അവിടെ ഇരിക്കെ തന്നെ അവരുടെ പ്രയോറിറ്റി നോക്കാതെ ആ കസേരയിൽ കയറി ഇരിക്കുകയും അദ്ദേഹത്തിന്റെ മുടിവെട്ടി പോവുകയും ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അവിടെ കുട്ടികൾ പരിഗണിക്കപ്പെടുന്നില്ല എന്നതാണ്. തീർച്ചയായും നമ്മുടെ പരിഗണന വളരെ ആവശ്യമായ ഒരു സന്ദർഭമാണ് ഇത്തരം ഘട്ടങ്ങളിലൊക്കെ തന്നെ. ഹദീസിൽ പറഞ്ഞത് കുട്ടികളോട് കരുണ കാണിക്കുക, വലിയവരെ ബഹുമാനിക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല എന്നാണ്. അവിടെ ബഹുമാനം വലിയവരോട് ഉണ്ടാകണമെന്ന് മാത്രമല്ല, കുട്ടിയോട് പെരുമാറേണ്ട രീതിയിൽ നാം അവരോട് പെരുമാറുന്നില്ല എങ്കിൽ അതിൽ നാം വിശ്വാസി സമൂഹത്തിൽ ഉൾപ്പെട്ടവരല്ല, അല്ലെങ്കിൽ മുസ്ലിം സമാജത്തിൽ ആ വ്യക്തി ഇല്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ലൈസമിന്ന എന്ന് പറഞ്ഞു തുടങ്ങുന്നു, നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് അതിന്റെ ആശയം. എത്രമാത്രം ഗൗരവത്തിലാണ് ഇത്തരം വിഷയങ്ങൾ നാം എടുക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി ഇതിലേക്ക് തന്നെ വിരൽ ചൂണ്ടുക. നോക്കൂ, ഓരോ മനുഷ്യനും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് സ്വാഭാവികമായ അതിന്റെ പ്രകൃതിയിലാണ്. പിന്നീട് പ്രവാചകൻ പറഞ്ഞു, അവനെ ജൂതനാക്കുന്നത്, ക്രൈസ്തവനാക്കുന്നത്, അതുപോലെ തന്നെ മറ്റു മതത്തിന്റെ അനുയായികളാക്കുന്നത് ഒക്കെ തന്നെ അവന്റെ മാതാപിതാക്കൾ. ആ കുഞ്ഞ് ജീവിക്കുന്ന പ്രകൃതി, അതുപോലെ തന്നെ അവന്റെ ചുറ്റുപാടുകൾ, അവന്റെ സറൗണ്ടിങ്സ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവൻ വളരുന്ന ഇടം, അവന് ലഭിക്കുന്ന സംസ്കാരവും, അതുപോലെ തന്നെ അവന് ലഭിക്കുന്ന വിശ്വാസവും മറ്റു കാര്യങ്ങൾക്കനുസരിച്ചാണ് ആ ശുദ്ധ പ്രകൃതി മാറിപ്പോകുന്നത് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് രക്ഷിതാക്കളൊക്കെ തന്നെ കുഞ്ഞുങ്ങൾ ഏറ്റവും മികച്ച സമൂഹത്തിന് കൊള്ളാവുന്ന, സമുദായത്തിന് ഉപകാരപ്പെടുന്ന, നാളെ തനിക്ക് തന്നെ ഗുണം ചെയ്യുന്നവരായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരു രക്ഷിതാവും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്ന ആ രക്ഷിതാവ് ഈ കുഞ്ഞ് അങ്ങനെ ആയിത്തീരുവാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ മുതിർന്നവരെ അതേപടി കോപ്പിയടിക്കുവാൻ ശ്രമിക്കുന്നവരാണ്. അങ്ങനെ കോപ്പിയടിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മുടെ തെറ്റായ ഒരു ചിന്താഗതി, നമ്മുടെ തെറ്റായ ഒരു സ്വഭാവ രീതി, നമ്മുടെ തെറ്റായ ഒരു പെരുമാറ്റം, ഒരു വർത്തന രീതി കുട്ടി ശീലിക്കുകയും പിൽക്കാലത്ത് അതേ രീതിയിൽ കുട്ടി ആവുകയും ചെയ്യുകയാണെങ്കിൽ അവനെ കുറ്റപ്പെടുത്തുന്നതല്ല അർത്ഥം, മറിച്ച് ആ രീതിയിൽ ആ കുട്ടി ആക്കപ്പെടുന്നതിന് ഞാൻ നിമിത്തമായി എന്ന ചിന്തിക്കേണ്ടി. അതുകൊണ്ട് തന്നെ പാരന്റിംഗ് എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ അത് വളരെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. പുതിയ കാര്യങ്ങൾ നമ്മുടെ ശീലങ്ങളിൽ, നമ്മുടെ സ്വഭാവങ്ങളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ മാറ്റങ്ങൾ ആവശ്യമാണ് എങ്കിൽ മാറ്റം വരുത്തുവാൻ ശ്രമിക്കേണ്ടത് നമ്മളാണ്. നാം മാറാതെ അല്ലെങ്കിൽ നമുക്ക് നല്ല ഗുണങ്ങളില്ലാതെ കുട്ടികളെ ആ രീതിയിൽ മാറ്റിയെടുക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നതുകൊണ്ട് പ്രത്യേകമായ ഒരു പരിവർത്തനം സംഭവിക്കുന്നില്ല എന്ന കൃത്യമായ ബോധ്യം നമ്മൾ വിശ്വാസികളായ ആളുകൾക്ക് പ്രത്യേകിച്ചുണ്ടാവേണ്ടത്. കുട്ടികളോട് അവരോട് പെരുമാറേണ്ട ഒരു രീതി. മഹാനായ അബൂ ഉമൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു പക്ഷിക്കുഞ്ഞുണ്ടായിരുന്നു. ആ പക്ഷിക്കുഞ്ഞിനെ വളരെ സ്നേഹത്തോടെ ഓമനിച്ച് ലാളനിച്ച് ആണ് ആ കുട്ടി വളർത്തിക്കൊണ്ടുവരുന്നത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ അബൂ ഉമൈറിനെ കാണുമ്പോൾ ആ കുട്ടിക്കുള്ള സന്തോഷം എന്ന നിലക്ക് അദ്ദേഹം ഉടനെ തന്നെ നുഗൈർ എന്ന് പറഞ്ഞാൽ ഈ പക്ഷിക്കുഞ്ഞിനെ അബൂ ഉമൈർ പേര് നൽകിയില്ല. ആ നുഗൈറിനെ കുറിച്ച് പ്രവാചകൻ അന്വേഷിക്കുമായി. ഒരിക്കൽ ഈ അബൂ ഉമൈർ വളരെയധികം ദുഃഖിതനായി വിഷമിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ അവനെ കണ്ടുപിടി. പ്രവാചകൻ അവനോട് കുശലാന്വേഷണങ്ങൾക്ക് ശേഷം എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറ്റി എന്ന് ചോദിക്കുകയും അതോടൊപ്പം തന്നെ മുമ്പ് ചോദിക്കാറുണ്ടായിരുന്ന പോലെ തന്നെ നുഗൈറിനെ കുറിച്ച് അന്വേഷിച്ചു. ആ കുട്ടി പറഞ്ഞു, നുഗൈർ മരണപ്പെട്ടു പോയി പ്രവാചകരെ.
ആ സന്ദർഭത്തിൽ പ്രവാചകൻ ആ കുട്ടിയെ തന്നിലേക്ക് ചേർത്ത് നിർത്തുകയും അവന്റെ ദുഃഖത്തിൽ പങ്കുകൊള്ളുകയും അവനെ ആശ്വസിപ്പിക്കുന്ന സമാധാനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യും. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് അപൂപയന്മാരുണ്ടായിരുന്നു നമ്മുടെ വീടുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത്, അല്ലെങ്കിൽ നാം ജോലി ചെയ്യുന്ന ചുറ്റുപാടുകളിലൊക്കെ ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദുഃഖങ്ങൾ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കാലഘട്ടത്തിൽ ഒരു നുബൈറായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് അവൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ആവാം. അവിടെ നന്നായുള്ളൂ കേടുവന്നില്ല, അതുമ്പോൾ നിന്റെ സമയം പോകുകയില്ലല്ലോ എന്ന രീതിയിലാണ് ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവ്, വേണ്ടപ്പെട്ട ആളുകൾ പ്രതികരിക്കുന്നതെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിഷമം അത് കൂട്ടുന്നവൻ, ഒരു തരത്തിലുള്ള പ്രതിഷേധ സ്വഭാവം അവനിലേക്ക് അറിയാതെ അറിഞ്ഞോ വന്നു ചേരുന്നത്. അവിടെ ആ കുട്ടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെ പരിഗണിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ രീതിയിൽ ഇത്തരത്തിലുള്ള ആധുനികമായ ഉപകരണങ്ങൾ, അത്തരം സാങ്കേതിക വിദ്യകൾ, അതിനെ തടഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുക ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമാണ്. എന്നാൽ അത് വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവന്റെ ആവശ്യകതകൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ അവർ അത് നന്മയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കൃത്യമായി വിലയിരുത്തുവാൻ, അല്ലെങ്കിൽ അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നാം ശ്രമിക്കേണ്ടത്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും നല്ല ഒരു ചുറ്റുപാടിലാണ് വളർന്നു വരുന്നത്. നമ്മളൊക്കെ തന്നെ മനുഷ്യർ മുഴുവൻ ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് സ്നേഹിക്കപ്പെടുക. ഞാൻ അംഗീകരിക്കപ്പെടാത്ത, ഞാൻ സ്നേഹിക്കപ്പെടാത്ത ഒരു ചുറ്റുപാടിലാണ് ഞാൻ ഉള്ളത് എങ്കിൽ എത്രയും പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ആവാൻ, അല്ലെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കും. ഞാൻ പരിഗണിക്കപ്പെടുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള ഒരു സദസ്സ് നമുക്കൊന്നും തന്നെ ഇഷ്ടമില്ല. നമ്മൾ ചില സന്ദർഭത്തിൽ നമുക്ക് വളരെ സൗകര്യമുള്ള, അല്ലെങ്കിൽ ഭൗതികമായി നമുക്ക് വളരെ മെച്ചമുള്ള ഒരു മേഖലയിലായിരിക്കും നാം ചെന്നുപെട്ടിട്ടുണ്ടാകും. പക്ഷേ അവിടെ നമുക്ക് പ്രത്യേകമായ പരിഗണനയില്ല എങ്കിൽ അത് അവിടെ നിന്ന് മാറി നിൽക്കുവാനുള്ള ഒരു വ്യഗ്രതയാണ് നമുക്കുണ്ടാകുന്നത്. ഓഫീസുകളിലും മറ്റും സ്ഥിരമായി ലീവ് എടുക്കുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു പഠനമുണ്ട്. അതിൽ പറയപ്പെടുന്നത് ഒരു മനുഷ്യൻ അങ്ങനെ കൃത്യമായ ധാരാളം ലീവ് എടുക്കുന്നുവെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അവിടെ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ള ചിന്തയാണ് അതിനയാളെ പ്രേരിപ്പിക്കുന്നത്. നാം ചെല്ലുന്ന ഒരു വേദിയിൽ നിരന്തരമായി നാം അവഗണിക്കപ്പെടുകയോ അല്ലെങ്കിൽ നാം പുച്ഛിക്കപ്പെടുകയോ ചെയ്താൽ പിന്നീട് അങ്ങോട്ട് പോകുവാനുള്ള താല്പര്യമുണ്ടാവില്ല. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീടകങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾ ചെല്ലുന്ന വേദികളിൽ അവർ പരിഗണിക്കപ്പെടുകയും അവർക്ക് ആവശ്യമായ പരിലാളന ലഭിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് അവരുടെ ജീവിതത്തിൽ അത് പിൽക്കാലത്ത് കാണാൻ കഴിയും. അവർക്ക് ആത്മവിശ്വാസവും അതോടൊപ്പം തന്നെ വളരെ നല്ല രീതിയിൽ സമൂഹത്തിൽ ഇടപെടാനുള്ള സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ നിലക്ക് മാറ്റം വരുത്തേണ്ടത് നമ്മളാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനാണ് നാം ശ്രമിക്കേണ്ടത്. എല്ലാ നിലക്കും കരുണ ലഭിക്കപ്പെടുന്ന, പരിഗണിക്കപ്പെടുന്ന ഒരു ചുറ്റുപാടിലായിരിക്കണം നമ്മുടെ കുട്ടികൾ ജീവിക്കേണ്ടത്. ഭൗതികമായ എല്ലാവിധ സൗകര്യങ്ങളും നാം ഒരുക്കി കൊടുക്കുന്നുണ്ടാകാം. വേണ്ടത്ര വിഭവങ്ങൾ, ഭക്ഷണം, അതുപോലെ തന്നെ പാർപ്പിട സൗകര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവാം. ഉമ്മ രാപ്പകലില്ലാതെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ടാവും. പക്ഷേ കുട്ടിയോടൊപ്പം അല്പം ഇരുന്ന് സംസാരിക്കുവാനും അവന്റെ ആവശ്യങ്ങൾ ചോദിച്ച് അറിയുവാനും അവളുടെ കാര്യങ്ങൾക്ക് വേണ്ടി അല്പം സമയം ചെലവഴിക്കുവാനും സന്നദ്ധമല്ല എങ്കിൽ അവിടെ ഉമ്മയുടെ ഈ മറ്റു ഭൗതികമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ പ്രത്യേകമായ കാര്യമൊന്നും ഉണ്ടാവുകയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും നേർക്കുനേരെയുള്ള ആളുകളുമായി അഭിമുഖീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ സമയം ചെലവഴിക്കുന്നത് വെർച്വൽ ലോകത്താണ്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ വളരെ കൃത്യമായ ബോധപൂർവമായ സമയം കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാവുകയുള്ളൂ. അവരെ പരിഗണിക്കേണ്ട രീതിയിൽ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് ഒരിക്കലും നിസ്സാരമായി കണ്ട് അവരുടെ ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് പോലും നാം ആഘോഷിക്കേണ്ടതുണ്ട്, അതിൽ സന്തോഷിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അത് പരിഗണിക്കപ്പെടുകയും ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കും. ഒരു നെഗറ്റീവായ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഉപകാരപ്രദമല്ലാത്ത, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് ഒരു കുട്ടി ചെയ്യുന്നത് കണ്ടാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല. അതിനെ പ്രവാചകൻ അപ്പോൾ തന്നെ തിരുത്തിയ സംഭവങ്ങൾ. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങൾ സക്കാത്ത് ശേഖരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ട കാരക്കയിൽ നിന്ന് ഒരു കാരക്ക എടുത്ത് ആ കുട്ടി ഭക്ഷിക്കുകയുണ്ടായി. അവിടെ അതൊരു കുട്ടിയല്ലേ എന്ന് പറഞ്ഞ പ്രവാചകൻ അതിനെ വിലക്കാതിരുന്നില്ല. ഉടനെ തന്നെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ വായിൽ കൈയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാരക്ക പുറത്തെടുത്ത് കളയുകയുണ്ടായി. പ്രവാചകനും അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത്
അത് സ്വീകരിക്കാൻ പാടില്ല, സ്വതക്ക സ്വീകരിക്കാൻ പാടില്ല എന്ന നിർദ്ദേശമാണത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ അത് നിരുത്സാഹപ്പെടുത്തുകയാണ്. അത് അപ്പോൾ തന്നെ ആ കുട്ടിയെ ബോധ്യപ്പെടുത്തുകയാണ്. ആരാധനാകർമ്മങ്ങളിലുള്ള ചിട്ടകൾ നമ്മുടെ കുട്ടികൾക്കില്ലെങ്കിൽ അത് നാം അവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നമുക്ക് വളരെ കൃത്യമായ ആരാധനാകർമ്മങ്ങൾ ശീലിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഖുർആൻ പാരായണം, മതപരമായ പഠനം, അതുപോലെ തന്നെ ഭൗതികമായ വായനകൾ, ഇതൊക്കെ തന്നെ കുട്ടികൾക്ക് കുറവാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധയാണ് ഈ കാര്യത്തിലൊക്കെ നൽകുന്നത് എന്ന ചിന്ത നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കുറച്ച് സമയമെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാൻ, അതുപോലെ തന്നെ അങ്ങനെയുള്ള നല്ല ചർച്ചകൾ നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടാക്കുവാൻ, അത്തരത്തിലുള്ള ഒരു ചുറ്റുപാട് സൃഷ്ടിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ വളരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ആ രീതിയിൽ തന്നെ വളർന്നു വരുന്നതാണ്. അതല്ലാതെ അത്തരം കാര്യങ്ങളെ വിലപിക്കുന്നത് പ്രത്യേകമായ ഒരു അർത്ഥവുമില്ല. സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നാം പല സന്ദർഭങ്ങളിലായി അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമയം ചെലവഴിക്കുന്നതിൽ അതിനും അറിയാതെയും എത്രയോ സമയം അതിന്റെ മുമ്പിൽ നാം ഇരുന്നേക്കാം. പലപ്പോഴും നമ്മുടെ ഇണ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ്, ഭാര്യ, അവർ സംസാരിക്കുന്നത്, അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ മാത്രം പോലും ശ്രദ്ധ കൊടുക്കാതെ ഈ എന്നൊക്കെ പറഞ്ഞ് അതിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സാമൂഹ്യ ദുരന്തമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ അവഗണിക്കുന്ന അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ ഈ കാര്യത്തിൽ നമുക്ക് താല്പര്യമുള്ള ആ വിഷയത്തിൽ നാം ശ്രദ്ധയൂറുന്ന ഒരു പ്രതീതി ഒരിക്കൽ പോലും നമ്മളിൽ ഉണ്ടായിക്കൂടാ. വളരെ ശ്രദ്ധ ഈ രംഗത്തൊക്കെ നമുക്ക് ആവശ്യമാണ്. ഒരു കുട്ടിയുടെ വളർച്ചയിൽ പല ഘട്ടങ്ങളുണ്ട്. വളരെ പ്രശസ്തമായ സൈക്കോളജിസ്റ്റുകൾ അവരുടെ ജീവിതത്തിലുണ്ടാവുന്ന ഓരോ ഘട്ടങ്ങളെയും വളരെ കൃത്യമായി അനാവരണം ചെയ്യുന്നുണ്ട്. ഓരോ സാഹചര്യത്തിലും കുട്ടിയിൽ രൂപപ്പെടേണ്ട വ്യക്തിത്വപരമായ ചില സവിശേഷ ഗുണങ്ങളുണ്ട്. അതൊക്കെ വളരെ കൃത്യമായി പഠിക്കുവാനും അറിയുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കൗമാരപ്രായത്തിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രൂപം ഘടനയിൽ മാത്രമല്ല, അത് മാനസികമായി ഒരുപാട് പ്രത്യേകതകൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. സാമൂഹ്യപരമായ ഇടപെടലുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയൊക്കെ തന്നെ നമ്മുടെ കൃത്യമായ ഇടപെടലുകളും വളരെ കൃത്യമായ സപ്പോർട്ടും ആവശ്യമായ ഗൈഡൻസും നമുക്ക് നൽകാൻ സാധിച്ചാൽ ആ കുട്ടി സമൂഹത്തിനും സമുദായത്തിനും അതുപോലെ തന്നെ മുഴുവൻ മനുഷ്യർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഉയർന്നു വരും. തീർച്ചയായും നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ കുട്ടിക്കാലഘട്ടത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ, മറ്റുള്ളവർ നമ്മെ പരിഗണിച്ചത്, മറ്റുള്ളവരുടെ ഇടയിൽ നാം പ്രത്യേകം പുകഴ്ത്തപ്പെട്ടതോ പ്രശംസിക്കപ്പെട്ടതോ ആയ ചില സംഭവങ്ങൾ നാം എപ്പോഴും ഓർക്കുന്നു. ചിലപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ ഭാര്യയോട് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോട്, വേണ്ടപ്പെട്ട ആളുകളോടൊക്കെ ആ കഥകൾ പറഞ്ഞ് അവർ കേട്ട് ചിലപ്പോൾ മടുപ്പുളവാകുന്ന രീതി ഉണ്ടാവാം. പക്ഷേ അത് നമുക്ക് നൽകുന്ന സന്തോഷം എത്രമാത്രമാണ്. അതോടൊപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ട്രോമ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നാം അപമാനിക്കപ്പെട്ട ഒരു സന്ദർഭം, മറ്റുള്ള ക്ലാസ്സിലാകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വേദികളിലാകട്ടെ നാം വേണ്ടത്ര പരിഗണിക്കപ്പെടാത്ത ഒരു സന്ദർഭം, അത് ഓർക്കുവാൻ നാം ആഗ്രഹിക്കുന്നില്ല. ആ ഓർമ്മ ചില സന്ദർഭങ്ങളിൽ നാം നന്മ ചെയ്യുന്നതിൽ നമ്മെ പിന്തിരിപ്പിച്ചേക്കാം. ഇത് നാളെ നമ്മുടെ കുട്ടികൾക്കും ഇതേ അനുഭവം ഉണ്ടാകാൻ പാടില്ല. നന്മകളാണ്, സന്തോഷങ്ങളാണ്, പരിഗണിക്കപ്പെടുന്നതാണ് അവർക്ക് ആഹ്ലാദം നൽകേണ്ടതുണ്ട്. അങ്ങനെ അവർക്ക് തീർച്ചയായും അവർക്ക് ഉന്നതമായ വേദികൾ ഉണ്ടാവുകയും അതിലൂടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിലുള്ള അവഗണന അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള വിഡ്രോവൽ മനസ്ഥിതി അവരെ പിടിപെടും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെയാണ് ഈ കാര്യങ്ങൾ നാം നിരീക്ഷിക്കുകയും പ്രവർത്തിക്കുകയും അങ്ങനെ നമ്മൾ നല്ലൊരു മാതൃകയാവുകയും ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആൻ മക്കളെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ നിങ്ങൾക്ക് സമ്മാനമായി നൽകും. അള്ളാഹു ചില ആളുകൾക്ക് ആൺകുട്ടികളെ സമ്മാനമായി നൽകും, മറ്റു ചില ആളുകൾക്ക് പെൺകുട്ടികളെ സമ്മാനമായി നൽകും. സമ്മാനം എന്നാണ് നമ്മുടെ മക്കളെ വിശേഷിപ്പിക്കും. നമ്മൾ ആലോചിച്ചു, ഒരു സമ്മാനം നമുക്ക് ലഭിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ആ സമ്മാനത്തെ മാത്രമല്ല നാം വിലമതിക്കുന്നത്, അത് നൽകിയ വ്യക്തിയെ അല്ലെങ്കിൽ അതൊരു സംഘടനയാണ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നൽകിയ ആ കൂട്ടത്തെ നാം പ്രത്യേകം ഓർക്കുകയും മറ്റും ചെയ്യും. നമ്മുടെ കുട്ടികൾക്ക് നാം നൽകുന്ന നല്ല കാര്യങ്ങൾ അത് എല്ലാ കാലഘട്ടത്തിലും നല്ല ഓർമ്മകളായി നാം അവരിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ കുട്ടികളെ കുറിച്ച് മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഫിത്നത്ത് എന്നാണ്, പരീക്ഷണം. നമ്മുടെ കരങ്ങളിൽ എത്തപ്പെട്ട പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങൾ അവരെ നേർവഴിയിലേക്ക് നയിച്ച് നല്ല രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 3 നിലയ്ക്ക് മക്കളിൽ നിന്നുള്ള ഉപകാരം ഉണ്ടാവും. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് അഭിമാനകരമായ സന്ദർഭങ്ങൾ മക്കളിലൂടെ ഉണ്ടാവും. അവർക്കുണ്ടാകുന്ന അച്ചീവ്മെന്റ്സ് ഒക്കെ തന്നെ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരവും അഭിമാനകരവും. ആ അഭിമാനകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാനുള്ള പിന്തുണ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്. അത് ചിലപ്പോൾ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ വലിയ അച്ചീവ്മെന്റ് അല്ല എങ്കിൽ ചെറുതാണെങ്കിലും അത് ആഘോഷിക്കുവാൻ
നമുക്ക് സാധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ മക്കളെ കൊണ്ടുള്ള മറ്റൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണശേഷമാണ്. ബർസഖിയായ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ മക്കളുടെ പ്രാർത്ഥന, അതുപോലെ തന്നെ നമ്മൾ നൽകിയ സ്വതക്കകൾ, ജാരിയത്തായ സ്വതക്കകൾ, നാം നാട്ടിൽ തന്നെ നടത്തിയ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിൽ പ്രവർത്തിച്ച ഗുണകരമായ കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ ബർസഖിയായ ജീവിതത്തിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് മക്കളുടെ പ്രാർത്ഥന. അങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുന്ന മക്കൾ ഉണ്ടാവണമെങ്കിൽ ജീവിതത്തിൽ നമുക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കൾ പലരും മരണപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ഏതെങ്കിലും വ്യക്തി മരണപ്പെട്ടിട്ടുണ്ടാവും. അവരുടെ കബറിടങ്ങൾ നമ്മുടെ കുട്ടിയെ കൂട്ടി സന്ദർശിക്കുവാനുള്ള സമയം എപ്പോഴെങ്കിലും നമ്മൾ കണ്ടെത്താറുണ്ട്. വർഷത്തിൽ ഒരിക്കലെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് ഒഴിവ് ലഭിക്കുന്ന പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മുടെ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി അത്തരം കബറിടങ്ങളിൽ പോയി നാം പ്രാർത്ഥിക്കണം. അത് നമ്മുടെ കുട്ടികൾ കാണണം, അതിനുള്ള അവസരങ്ങൾ അവർക്കുണ്ടാവും. അങ്ങനെ ആവുമ്പോൾ തീർച്ചയായും നാം മരണപ്പെട്ടു പോയാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ കബറിടങ്ങളിൽ വരുന്ന മക്കൾ അവിടെ ഉണ്ടാവും. അതല്ലാതെ അത്തരം നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുകയില്ല എന്ന ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരെ പ്രേരിപ്പിക്കേണ്ടത്. അങ്ങനെ പ്രേരിപ്പിക്കപ്പെടണമെങ്കിൽ നാം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവർ കാണണം, കേൾക്കണം. ചില പ്രാർത്ഥനകൾക്ക് ചില സന്ദർഭങ്ങൾ ഉറക്കം പ്രാർത്ഥിക്കാം. നമ്മുടെ വീട്ടിൽ എല്ലാവരും ഇരിക്കുന്ന ഭക്ഷണ ടേബിളിൽ നാം ഇരിക്കുന്ന സന്ദർഭത്തിൽ, ഭക്ഷണം തുടങ്ങുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പിതാവ് ഉറക്കച്ചുകയാണ് നിരന്തരമായി. അത് കുട്ടി കാണുകയാണ്, അവൻ അത് പഠിക്കുകയാണ്, അവന്റെ ജീവിതത്തിൽ അത് ഉണ്ടാവും. വാഹനത്തിൽ കയറി നാം യാത്ര തുടങ്ങുന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലദീ സഖറ ലനാ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നാം പറയുന്നു എങ്കിൽ കുട്ടി അവന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കും. നാം വീട്ടിൽ നിന്ന് കുട്ടിയെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സന്ദർഭത്തിൽ കുട്ടികൾക്ക് നാം പ്രാർത്ഥിക്കുന്നു, ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സന്ദർഭത്തിലുള്ള പ്രാർത്ഥന. ഇങ്ങനെ ജീവിതത്തിന്റെ ഏത് മേഖലയിലായാലും അവർ കാണെ, അവർ കേൾക്കെ ഈ കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ അത് അവർ പ്രാവർത്തികമാക്കും. അങ്ങനെ പ്രാവർത്തികമാക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മളാണ് സൃഷ്ടിച്ചു കൊടുക്കേണ്ടത്. അത് സൃഷ്ടിക്കാതെ മക്കൾ ഇങ്ങനെ ആയിപ്പോയി എന്ന് വിലപിക്കുന്നതിൽ പ്രത്യേകമായ ഒരു അർത്ഥവുമില്ല. മൂന്നാമതായി, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നാളെ പാരത്രിക ലോകത്ത് മക്കൾ അവർക്ക് തുണയായി വരുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഏതൊരു ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, ഇസ്ലാമികമായ ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിച്ച മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളെ അവരോടൊപ്പം ചേർക്കുന്ന സൂറത്ത് തൂറിലെ ഒരു ആയത്തിൽ അല്ലാഹു പരാമർശിക്കുന്നു. ഈ നിലത്തൊക്കെ നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വർത്തിക്കുവാൻ, പെരുമാറുവാൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് ഈ ലോകത്തും നാളെ പാരത്രിക ലോകത്തും ഗുണകരമായി ഭവിക്കത്തക്ക രീതിയിൽ നമ്മുടെ മക്കളെ അല്ലാഹു ആക്കി തീർക്കുവാനാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമങ്ങൾ ജീവിതത്തിലുടനീളം സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. നാം ശഅബാൻ മാസത്തിലാണ് പോകുന്നത്. ഏതാനും ദിവസങ്ങൾക്കകം റമളാൻ നമ്മുടെ മുമ്പിൽ വന്നെത്തുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമളാൻ സമാഗതമാകുന്നതിന് വേണ്ടി തന്നെ അതിനു മുമ്പ് തന്നെ മാനസികമായ മുന്നൊരുക്കങ്ങൾ അതിനുവേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അത് കേവലം ഭൗതികമായ മുന്നൊരുക്കങ്ങൾ മാത്രമല്ല. നമുക്കറിയാം, റമളാൻ സമാഗതമാകുന്നതോടുകൂടി ഭൗതികമായ പല തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നാം നടത്താം, അതിനെക്കുറിച്ച് നാം ആസൂത്രണം നടത്തുകയും. എന്നാൽ മാനസിക ആത്മീയമായ രീതിയിലുള്ള ഒരു മുന്നൊരുക്കം നാം വളരെ കൃത്യമായി നടത്തേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏതെങ്കിലും നിലക്ക് നമുക്ക് കഴിഞ്ഞ റമളാനിൽ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യാത്രയോ അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഏതെങ്കിലും രോഗത്തിൻ്റെയൊക്കെ മറ്റു പേരിൽ നമുക്ക് നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ആ നോമ്പ് എടുത്ത് വീട്ടുവാൻ നാം പ്രതിജ്ഞാബദ്ധത ഉള്ള ആളുകളാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ, അവർക്ക് ഹൈദ് അതുമായി ബന്ധപ്പെട്ടൊക്കെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ആരും ആയാലും അവരുടെ നോമ്പുകൾ നഷ്ടപ്പെട്ട അത്രയും നോമ്പ് എടുത്ത് വീട്ടുവാൻ ഈ സന്ദർഭം നാം പ്രത്യേകം ഉപയോഗിക്കേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് ശഅബാൻ മാസത്തിലാണ് എന്ന് ഹദീസുകളൊക്കെ കാണാൻ കഴിയും. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും നഷ്ടം നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നോമ്പെടുത്ത് വീട്ടുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ റമളാൻ നമ്മുടെയൊക്കെ ജീവിതം ആ റമളാനിന് മുമ്പ് തന്നെ അവസാനിക്കാം. ഏത് സന്ദർഭത്തിലും നിലച്ചു പോകും. അങ്ങനെ നിലച്ചു പോകാതെ റമളാൻ സമാഗതമാകുകയാണ് നമ്മുടെ ജീവിതം അങ്ങോട്ട് എത്തുവാൻ, ആ റമളാൻ പ്രാപ്യമാകുന്ന ആരാധനാക്രമങ്ങൾ ധന്യമാകുവാൻ ആവശ്യമായ രീതിയിൽ മാനസികമായ മുന്നൊരുക്കം നൽകുവാൻ മറ്റൊക്കെ നാം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം.
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, റമദാൻ ഞങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം, അല്ലാഹുവേ റമദാൻ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ അതിനനുസൃതമായ മുന്നൊരുക്കങ്ങളും നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ നമ്മുടെ മക്കൾ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ സമൂഹത്തിലും സമുദായത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഭൗതിക പാരത്രിക ജീവിതങ്ങൾക്കൊക്കെ ഗുണകരമാകുന്ന രീതിയിൽ അല്ലാഹു അവരെ പരിവർത്തിപ്പിക്കുമാറാവട്ടെ. അവർക്ക് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന മാർഗബോധങ്ങൾ നൽകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഇഷ്ടപ്പെടുത്തുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നു പോയ പാപം കുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾക്കും മറ്റും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قوي الحاجات. اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اصرف عنا عذاب جهنم ان عذابها